ഡാവിഞ്ചിയിൽ ഇതുപോലെ സ്പീഡ് റാമ്പും ഫേസ് ട്രാക്കും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ക്ലിപ്പ് നമ്മുടെ ടൈം ലൈനിലേക്ക് ഇടുക. എന്നിട്ട് സ്റ്റാർട്ട് പോർഷനും എൻ പോർഷനും ട്രിം ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഫ്യൂഷൻ പേജിൽ പോവാം. ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ഒരു ട്രാക്കർ നോഡ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഫേസിൽ നോസ് ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ ട്രാക്കർ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻസ്പെക്ടറിൽ വന്നിട്ട് ട്രാക്കറിലെ ട്രാക്കിംഗ് ഫോർവേഡും ബാക്ക്വേർഡും ഒന്ന് കൊടുക്കുക. ഫോർവേഡും ബാക്ക്വേർഡും ട്രാക്ക് ആയതിനു ശേഷം ട്രാക്കറിൽ ഓപ്പറേഷൻസ് എടുക്കുക. അതില് ഓപ്പറേഷൻസിൽ നണ്ണ് മാറ്റിയിട്ട് മാച്ച് മൂവ് ആക്കുക. നെക്സ്റ്റ് മെർജിൽ BG ഓൺലി ആക്കി കൊടുക്കുക. ഇപ്പൊ പ്ലേ ചെയ്താൽ നമ്മുടെ സബ്ജക്റ്റ് മൂവ് ആവാതെ ബാക്ക്ഗ്രൗണ്ട് മാത്രം മൂവ് ആവുന്നതാണ്. പക്ഷെ ഫ്രെയിം കറക്റ്റ് അല്ല. നമുക്ക് ആ ഫ്രെയിം എഡിറ്റ് പേജിൽ വന്നിട്ടൊന്ന് സെറ്റ് ചെയ്യാം. എഡിറ്റ് പേജിൽ വന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ ഫ്രെയിം ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് കാണാം. അത് ഇൻസ്പെക്ടറിൽ വന്നിട്ട് ട്രാൻസ്ഫോമിൽ നമുക്ക് സൂമും പൊസിഷനും വെച്ചിട്ട് ഫിൽ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെ സ്പീഡ് റാമ്പ് ചെയ്യാൻ നോക്കാം. കമാൻഡ് R അടിച്ചതിന് ശേഷം ഞാനിതാ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ ഇവിടെ ഒരു ആഡ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എൻഡിലേക്കാകുമ്പോൾ അവിടെയും കൂടെ ഒരു ആഡ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പോയിന്റിൽ ഞാൻ സ്പീഡ് ഒന്ന് 400 ആക്കി കൊടുക്കുന്നുണ്ട്. സെന്ററിൽ ഒരു 25 ആക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റില് പിന്നെ 400 സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കീ ഫ്രെയിംസിൽ സ്പീഡ് റാമിന്റെ റീടൈം കർവ്സ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസ്പെക്ടറിൽ റീടൈം ആൻഡ് സ്കെയിലിംഗിലെ റീടൈം പ്രോസസ്സ് ഒപ്റ്റിക്കൽ ഫ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലിപ്പിലെ സെന്ററിലെ സ്പീഡ് ഞാനൊന്ന് 25 ഒന്ന് 40 ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എങ്ങനെ സിമ്പിൾ അല്ലേ?